ഈ ലോൺ ആപ്പിനെ കുറിച്ച് വലിയ വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ടല്ലോ. കേരളത്തിൽ ഈ വിഷയങ്ങളൊന്നും അല്ലാതെ എത്ര ആൾക്കാർ ഈ ലോൺ ആപ്പിൻ്റെ ഭീഷണിയിൽ ആത്മഹത്യ ചെയ്തു? ഒന്നും രണ്ടും ആൾക്കാരല്ലല്ലോ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്തു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതിൻ്റെ പേരിൽ എടുക്കണ്ട. ഈ അല്ലാതെ ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഈ ഏതെങ്കിലും ഒരു ലോൺ ആപ്പിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ആരെങ്കിലും, നിങ്ങൾ അടുത്ത കാലത്ത് എങ്ങനെ ആരെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന വാർത്ത നമ്മൾ കേട്ടോ? ഈ ഭീഷണിപ്പെടുത്തിയ ലെവലിൽ ഒരാളെയും കേട്ടിട്ടില്ലല്ലോ. ഒരാളുടെയും ഈ പറയുന്ന ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ഈ പറയുന്ന സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അയൽക്കാർക്കൊക്കെ അയച്ചു കൊടുത്തവർ ആരെയും അറസ്റ്റ് ചെയ്തോ? എത്രയോ ആൾക്കാർ ഡെയിലി എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന പിന്നെന്താണ് ഓൺലൈൻ റമ്മിയിലും ഈ പറയുന്ന മൊബൈൽ ആപ്പിലൊക്കെ ചെയ്തു. വേണ്ട, ഒരു ടോൾ ഫ്രീ നമ്പറെങ്കിലും ഇതിലിങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇതിലേക്കൊന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു, ടോൾ ഫ്രീ നമ്പറെങ്കിലും ഇവർ കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഇത് ലോൺ ആപ്പിൻ്റെ കൂടെ. എന്നിട്ട് ആ ലോൺ ആപ്പ് എന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടാനുള്ള മാർഗ്ഗമായി കണ്ടെത്തിയേക്കാണ്. ആത്മഹത്യ ചെയ്യുന്നവർ മുഴുവൻ ലോൺ ആപ്പിൻ്റെ പുറകെയാണ് എന്നുള്ള നിലയ്ക്ക്. എന്നിട്ട് അതിലേക്ക് അന്വേഷണം നടത്തുന്നു. ഒരാത്മഹത്യക്കും ഈ പറയുന്ന ലോൺ ആപ്പിൻ്റെ മേലെ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിതിനെ പോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആൾക്കാർ ഇങ്ങനെ മരണപ്പെടുമ്പോൾ ഇത് ഇനിയെങ്കിലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് സംവിധാനമാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്? ഇനിയെങ്കിലും ഇത് ഒരു സ്കൂളിൽ നടക്കില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കരുത് എന്നുള്ള നിലയ്ക്ക് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്?